അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നോർത്ത് ഇന്ത്യക്കാർക്ക് സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മലയാളീസ് ഉണ്ടാക്കൽ വളരെ കുറവാണ്. അത് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഞാൻ കുറച്ച് നട്ട്സും പനീർ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 150 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മസാല പരട്ടി വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി വെതിരിട്ട് ഇടവെക്കുക. ഇത് മിക്സ് ചെയ്യൊന്നും വേണ്ട, ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. ആദ്യം മസാല ഉണ്ടാക്കുക. അതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ആക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് കറുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഏലക്കായി, 2 ഗ്രാമ്പു മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 3 ഉള്ളി ചെറുതായി നേരിങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ബ്രൗണായി വന്നിട്ടുണ്ട്. കുറച്ച് ഉള്ളി കോരി വെക്കാം. ഈ ദമ്മിടും വിടാൻ വേണ്ടിയാണ്. 3 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചെറിയ തീയാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടി, വളരെ തീ വളരെ കുറച്ചിട്ട് വേണം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മസാല കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറിയ തീ ആയിരിക്കണം, വളരെ സ്ലോ ആയിരിക്കണം തീ. ഇത് തക്കാളി പ്യൂരിയാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ അത് ചേർക്കണമെന്നില്ല. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മസാല പുരട്ടി വെച്ച പനീർ പൊരിക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ, സ്റ്റൗ ആണൊക്കെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ മസാല പുരട്ടി വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് സ്ലോ ചെയ്യുന്നുണ്ട്, പനീർ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ പനീർ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല. ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു വീതിയുള്ള എന്തെങ്കിലും സ്പൂണ് ചട്ടോൻ പോലത്തിൽ എടുത്തിട്ട് മെല്ലെ ഒന്നിച്ച് കോരിയിട്ട് മറിച്ചിടും. പനീർ ഫ്രൈ ചെയ്തായിട്ടുണ്ട്. അതുപോലെ നല്ല ഗോൾഡൻ കളറായിരിക്കണം. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ചൂടാക്കിയെടുക്കാം. അണ്ടിപ്പരിപ്പും ബദാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം.
നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചീസ് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പനീറൊക്കെ ഒന്ന് മുങ്ങിയിട്ട് ഇതിൽ മസാലയൊക്കെ പിടിച്ചോട്ടെ. മസാലയുടെ നല്ല മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് സ്ലോ ചെയ്യുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അരിയിടാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാല നോക്കാം. നല്ല കണ്ട നെയ്യൊക്കെ മേലിലേക്ക് വന്ന് നല്ല മണവും രുചിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 3 ഗ്രാമ്പൂ, 2 ഏലക്കായ, 1 കഷ്ണം കറുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഊറ്റിക്കളയുന്നത് കൊണ്ടാണ് 2 ടീസ്പൂൺ ഫുൾ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ 2 ഗ്ലാസ് ബസ്മതി അരി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി എടുത്തതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു 80% വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ അരി ഉപയോഗിക്കാം, പക്ഷേ ബസ്മതി അരിയാണ് നല്ലത്. ചോറായോ നോക്കാം. ചോറ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ പൊട്ടി വരണം. ഒരു 80% വേവായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പിയിലേക്ക് മാറ്റാം. ബിരിയാണി ദമ്മിടാം. ഈ പനീർ മസാല ഇതിൻ്റെ മേലെ ലെയറായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇതിലുള്ള പച്ചമുളകും ഏലക്കായെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി, മല്ലി, പുതിന, ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, ബദാം, അണ്ടിപ്പരിപ്പ്, കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആദ്യം വീണ്ടും ലെയറായിട്ട് ചോറിട്ട് കൊടുക്കണം. ഞാൻ ഇതിലുള്ള ഗരം മസാലയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ഗരം മസാല എല്ലാം ഒന്നുമല്ല സ്പ്രെഡ്. ഇതൊന്ന് മെല്ലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി. നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറ് റോസ് വാട്ടറിൽ കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്രൈ ചെയ്ത ഉള്ളി, ബദാം, അണ്ടിപ്പരിപ്പ്, മല്ലി, പുതിന എല്ലാം. ഇനി ഇത് നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്യാം. ആദ്യം 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തീ കുറക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ദമ്മായിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.